തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം ഇന്ന്. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണ തീയതി പ്രഖ്യാപിച്ചേക്കും. വൈകിട്ട് 4:15 വിഗ്യാൻ ഭവനിലാണ് വാർത്താ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. SIR നീട്ടിവെക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കേരളം ആവശ്യപ്പെട്ടിരുന്നു. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ശ്രീജ ശ്യാമാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീജ, ഗുഡ് മോർണിംഗ്. ഈ തീയതിയുടെ കാര്യങ്ങളിലൊക്കെ ഇന്നൊരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ കേരളത്തിന്റെ ആവശ്യം പരിഗണിക്കപ്പെടാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? ഗുഡ് മോർണിംഗ് ആര്യ. കേരളത്തിൻ്റെ ആവശ്യം നിലവിൽ ഇതുവരെ പരിഗണിച്ചിട്ടില്ല എന്ന സൂചനകളാണ് വരുന്നത്. നേരത്തെ ബീഹാറിന് പിന്നാലെ രാജ്യവ്യാപകമായി SIR നടപ്പാക്കുമെന്ന ഒരു പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതടക്കമുള്ള 10 മുതൽ 15 വരെ സംസ്ഥാനങ്ങളിൽ ആയിരിക്കും ആദ്യഘട്ടത്തിൽ SIR നടപ്പാക്കുക എന്നായിരുന്നു അറിയിച്ചിരുന്നത്. 2026 തെരഞ്ഞെടുപ്പ് വരുന്നതിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുണ്ട്. ആദ്യഘട്ടത്തിൽ 5 സംസ്ഥാനങ്ങൾ കേരളം, അസം, ബംഗാൾ, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലായിരിക്കും ആദ്യഘട്ടത്തിൽ ഈ SIR നടപ്പാക്കുക എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇതിനോടൊപ്പം പുതുച്ചേരിയുമുണ്ട്. ആ 5 സംസ്ഥാനങ്ങളിലേക്കുള്ള ഷെഡ്യൂൾ ആയിരിക്കും ഒരുപക്ഷെ ഇന്ന് പ്രഖ്യാപിക്കുക. അതിനാണ് ഇന്ന് വൈകിട്ട് 4:15 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പ്രത്യേക വാർത്താ സമ്മേളനം വിളിച്ചിട്ടുള്ളത് എന്നതാണ് ഇപ്പോഴും വരുന്ന സൂചനകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിലാണ് കേരളം ഈ SIR നടപ്പാക്കുന്നത് നീട്ടിവെക്കണമെന്നൊരു ആവശ്യം ഉന്നയിച്ചത്. പക്ഷേ ആ ആവശ്യം നിലവിൽ പരിഗണിക്കപ്പെട്ടിട്ടില്ല, അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് വരുന്നത്. കഴിഞ്ഞ ദിവസം എല്ലാ സംസ്ഥാനങ്ങളിലെയും ചീഫ് ഇലക്ടറൽ ഓഫീസർമാരുടെ ഒരു യോഗം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വിളിച്ചു ചേർത്തിരുന്നു. ആ യോഗത്തിന് ശേഷം ഇവർ ഓരോരുത്തരുമായിട്ട് ഓരോ സംസ്ഥാനത്തെയും തെരഞ്ഞെടുപ്പ് അധികാരികളുമായി പ്രത്യേകം 1-to-1 മീറ്റിങ്ങുകളും നടന്നതായി വിവരമുണ്ട്. ഈ മീറ്റിങ്ങുകൾക്കൊക്കെ ശേഷമാണ് ഇന്ന് ഇങ്ങനെയൊരു തീയതി പ്രഖ്യാപനത്തിലേക്ക് ഇപ്പോൾ അല്ലെങ്കിൽ ഒരു ഷെഡ്യൂൾ പ്രഖ്യാപനത്തിലേക്ക്. ആ ഷെഡ്യൂൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ജനുവരി അവസാന വാരമോ ഫെബ്രുവരി ആദ്യമോ ഈ പുതുക്കിയ പട്ടിക പ്രഖ്യാപിക്കുന്ന തരത്തിലായിരിക്കും ഈ ഷെഡ്യൂൾ എന്നതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ. 2 മുതൽ 3 മാസം വരെ സമയമെടുത്ത് ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാനാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ബീഹാറിലാണ് ആദ്യം SIR പ്രഖ്യാപിച്ചത്. ബീഹാർ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഈ SIR പ്രഖ്യാപനത്തിന് പിന്നാലെ ഉണ്ടായ വിവാദങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. പ്രധാനമായും മരിച്ചുപോയവർ, സ്ഥലം മാറിയവർ, ഇരട്ട വോട്ടുള്ളവർ, ഇങ്ങനെ 69 ലക്ഷം വോട്ടുകളായിരുന്നു ബീഹാറിൽ പട്ടികയിൽ നിന്ന് മാറിയത്. ഇത് BJPക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കാനാണ്, വോട്ടർ പട്ടികയിൽ BJPക്ക് അനുകൂലമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് പ്രതിപക്ഷ പാർട്ടികളൊക്കെ ആരോപിക്കുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ഒരു വോട്ടർ പട്ടിക ശുദ്ധീകരണമാണ് അവർ ലക്ഷ്യമിടുന്നത്. കൃത്യമായ വോട്ടർമാർ, കൃത്യമായ വോട്ടുകൾ ഇതായിരിക്കണം തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തേണ്ടത്. അതിനുവേണ്ടിയാണ് ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലേക്ക് പോകുന്നത് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിക്കുന്നത്. എന്തായാലും വലിയ വിവാദങ്ങൾക്കൊക്കെ അപ്പുറത്ത് SIRലേക്ക് രാജ്യം ഒട്ടാകെ പോവുകയാണ്. അതിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ 5 സംസ്ഥാനങ്ങൾ കേരളം, തമിഴ്നാട്, പുതുച്ചേരി, അസം, പശ്ചിമ ബംഗാൾ, ഈ 5 സംസ്ഥാനങ്ങളിലേക്കുള്ള പട്ടികയായിരിക്കും ഇന്നിപ്പോൾ അതിൻ്റെ ഷെഡ്യൂളായിരിക്കും ഇന്നിപ്പോൾ പ്രഖ്യാപിക്കുക എന്നതാണ് കരുതുന്നത്. SIRനെതിരെ കേരളം ഒറ്റക്കെട്ടായി പ്രമേയം പാസാക്കിയത് നമുക്കറിയാം. രേഖകൾ ഇല്ലെന്നതിൻ്റെ പേരിൽ വോട്ടർ പട്ടികയിൽ നിന്ന് ആരെയും ഒഴിവാക്കുന്നത് ശരിയല്ല എന്നതായിരുന്നു കേരളത്തിൻ്റെ ന്യായം. ഇത് മൗലികാവകാശത്തെ ഹനിക്കുന്ന നടപടിയാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൽ നിന്ന് പിന്മാറണമെന്നൊക്കെയായിരുന്നു കേരളം ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ അതൊന്നും അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഇനി അറിയേണ്ടത് 2002 കേരളത്തിൽ അവസാനമായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടന്നിട്ടുള്ളത്. 2002 ആ പട്ടിക പ്രകാരമായിരിക്കും, അത് അടിസ്ഥാന രേഖയായി കണക്കാക്കിക്കൊണ്ടായിരിക്കും കേരളത്തിൽ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലേക്ക് പോകുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വരുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ആധാർ ഒരു പൗരത്വ രേഖയായി പരിഗണിക്കില്ല, മറിച്ചൊരു തിരിച്ചറിയൽ രേഖയായി മാത്രമായിരിക്കും പരിഗണിക്കപ്പെടുക. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിക്കുന്ന 11 രേഖകളുണ്ട് പൗരത്വത്തിന് മാനദണ്ഡമായി. ആ 11 രേഖകളിൽ ഏതെങ്കിലും ഒന്നുള്ളവർക്കായിരിക്കും ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പൗരത്വ രേഖയായി പരിഗണിക്കപ്പെടുക, മറിച്ച് ആധാർ ഒരു തിരിച്ചറിയൽ രേഖ മാത്രമായിരിക്കും. എന്തായാലും രാജ്യം ഒരു പുതിയ ഘട്ടത്തിലേക്ക്, ബീഹാറിന് പിന്നാലെ SIR തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്നൊരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ ആദ്യപടി എന്ന നിലയിൽ 5 സംസ്ഥാനങ്ങളിലെ ഷെഡ്യൂൾ ഇന്ന് പ്രഖ്യാപിച്ചു. യെസ്.
ശ്രീജ ശ്യാമാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർത്തത്. ഏതായാലും കേരളം അടക്കമുള്ള 5 സംസ്ഥാനങ്ങളിലെ SIR നടപ്പാക്കുന്നതിന്റെ ഷെഡ്യൂൾ ഇന്ന് പ്രഖ്യാപിച്ചേക്കുമെന്നുള്ളതാണ്. പക്ഷേ കേരളം മുന്നോട്ട് വെച്ചൊരു പ്രധാനപ്പെട്ട ആവശ്യം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ SIR നടപ്പാക്കുന്ന തീയതി നീട്ടിവെക്കണമെന്നുള്ളതാണ്. പക്ഷേ ഈ ഘട്ടം വരെയും അത് പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള സൂചനകളാണ് നമുക്ക് മുന്നിൽ ഉള്ളത്.